ഹലോ ഗായ്സ്, ഐ എം ബാക്ക്. ഇറ്റ്സ് മീ സിഞ്ചു. ഇത് ഞാൻ എത്രാമത്തെ തവണയാണ് വോയിസ് കൊടുക്കുന്നതെന്ന് അറിയാമോ? എത്ര ടേക്ക് എടുത്തു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കുറേ തവണ എടുത്തെടുത്ത് അവസാനം എനിക്ക് മടുത്ത് ഗൈസ്. ഞാൻ ഇനി ഈ വോയിസ് ഇതിങ്ങനെ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യുന്നത്. അതിന് എന്തൊക്കെ പൊട്ടത്തരങ്ങൾ പറഞ്ഞാലും അതങ്ങനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയപ്പോഴത്തെ വീഡിയോയാണ്. ഞാൻ മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് മെഹന്തി ഇട്ട് കൊടുക്കുന്നതായിട്ട്. അവളുടെ പേര് അമല എന്നാണ്. അപ്പോൾ അവളുടെ കല്യാണത്തിനെടുത്ത വീഡിയോയാണ്. അപ്പോൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പെൺപിള്ളേരോടൊക്കെ ചോദിച്ചാൽ അറിയാം, നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഒരുക്കം വേണ്ടത്. കല്യാണ പെണ്ണുപോലത്തെ ഒഴിഞ്ഞുണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരെ തന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് ചെന്ന് ചെറുക്കനെയും പെണ്ണിനെയും കാണുന്നതിന് പകരം ഞങ്ങളെല്ലാവരും പുറത്ത് മാറി എന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ അവളെ കാണാൻ പോകാനായിട്ട്. അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ളത് ക്യാമറമാൻ സിഞ്ചുവിനോടൊപ്പം അഖിലയും അഞ്ജനയും പിന്നെ അനുണ്ട്. അനുൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അവർ ഓഡിറ്റോറിയത്തിലാണ്. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ദാ ഈ അടുത്തിരിക്കുന്ന ചിരിച്ചോണ്ടിരിക്കുന്ന ചിരിക്കൊടുക്കുകയാണ് അനു. ഇത് ഞങ്ങളെ വേറെ ചിരിക്കൊടുക്കുകയാണ്. അവളുടെ അടുത്തിരിക്കുന്നത് അഭിജിത്തേട്ടൻ, അവളുടെ ഹസ്ബൻഡാണ്. പിന്നെ എൻ്റെ പുറകെ ഇരിക്കുന്നത് അഞ്ജന, ഓറഞ്ച് ധാവണി, പിന്നെ ആ നീല സാരി, അത് അഖില. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഗ്യാങ്. എത്രയല്ല കേട്ടോ, അതേ ഒരെണ്ണം കൂടി ഉണ്ട്. അവൾ സ്റ്റേജിലിരിക്കുന്നു, താലികെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ താലികെട്ട് എടുക്കുമ്പോൾ ഞങ്ങളിവിടെ ഫോട്ടോഷൂട്ടാണ്, വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്റ്റേജിൽ അമലയും അതിർച്ചേട്ടനും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ സെൽഫി എടുക്കാനായിട്ട്. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ സെൽഫിയാന്ന് നോക്കത്തെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അത് ഫ്ലോപ്പാണ്. പിന്നെ ഇതും അങ്ങനെ തന്നെ. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ എടുത്താണ്. ബാക്കിയിലാണെങ്കിൽ അത് സെൽഫിയാന്ന് നോക്കത്ത് പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അത് വീഡിയോ ആയിരുന്നല്ലേ എന്നാണ് കേട്ടോ അവളിപ്പോൾ ചോദിക്കുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലാനായിട്ട് പോവാണ്. അപ്പോൾ അനു ആണെങ്കിൽ അതിന് മുമ്പ് പറയട്ടെ, കല്യാണം നടന്നത് വിമലാമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. വിമലാമ്പലം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അമ്പലമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതും എൻ്റെ ഏറ്റവും വലിയ ആരാധനാമൂർത്തിയും എല്ലാം എവിടെയാണ്, ശിവനാണ് കേട്ടോ അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ നമ്മുടെ അനുചേച്ചി നമ്മളെല്ലാവരും കൂടി പിരിവിട്ട് വാങ്ങിച്ചേക്കുന്ന ഗിഫ്റ്റും കൊണ്ട് അനുചേച്ചി റോഡ് ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പുറത്ത് അഭിജിത്തേട്ടൻ നിൽക്കുന്നുണ്ട്. ഇവർ വേറൊരു ഫോട്ടോഷൂട്ട് ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ അഭിജിത്തേട്ടനാണ് കേട്ടോ നമുക്ക് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു തന്നത്. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസെല്ലാം ഞാൻ ഒന്ന് ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു. അവിടെ കുറച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടോ. ഡാൻസ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഡാൻസായിരുന്നു. കാരണം പറയാൻ കാരണം സാരി കൊടുത്തിട്ടുണ്ടോ കൊച്ചു കളിക്കുന്നത്. അതും പട്ടുസാരി കൊടുത്ത് എങ്ങനെ ഇത്രയും വരും വിളിച്ച് ഇങ്ങനെ കളിക്കാൻ പറ്റുന്നത് എന്തൊരു കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊക്കെ ആണെങ്കിൽ പറ്റില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വേറെ കൊച്ചുകൊണ്ട് വന്ന് കളിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ അമലേനെയും പൊക്കി പിടിച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അത് സർപ്രൈസായിട്ട് കളിച്ചതാണ് കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് നോക്കിയപ്പോഴേക്കും എൻ്റെ ഫോൺ ഹാങ്ങായി. അവസാനം ഫോൺ ശരിയായി വന്നപ്പോഴേക്കും ഒക്കെ ഡാൻസും കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതിലാ കൊച്ച് ഡാൻസ് കളിക്കുന്നതിൻ്റെ പാട്ട് ഞാൻ അങ്ങനെ തന്നെ ആഡ് ചെയ്യാൻ വിചാരിച്ചപ്പോൾ മൊത്തം ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അതാണ് കൂടുതലായിട്ട് കേൾക്കണം. അതുകൊണ്ട് അത് ആഡ് ചെയ്യാത്തത്. പിന്നെ ഈ കൊച്ചിൻ്റെ ഒപ്പം വേറെ കൊച്ചുകൊണ്ട് ഇടയിൽ വന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഇവർ കളിക്കുന്ന ഡാൻസിൻ്റെ ആ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഗസ് ചെയ്തിട്ടൊന്ന് കമൻറ്റിൽ അറിയിക്കണേ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാനായിരുന്നെങ്കിൽ വലിയൊരു കണ്ടൻറ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരാളുടെ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത ആളുടെ കല്യാണം, അങ്ങനെ എല്ലാവരും കൂടി ഷടപെടുന്ന കല്യാണം കഴിച്ച് പോവാണ് ഗൈസ്. പക്ഷേ എനിക്ക് ദൗർഭാഗ്യവശാൽ അതിനുകൊണ്ട് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. സോറി, അതിനോട് ക്ഷമിക്കുക. ഇത് കണ്ട അമലയും കൂടി നിന്ന് ഡാൻസ് കളിക്കണ്ടായി, അതെടുക്കാൻ പറ്റിയില്ല. പിന്നെ അനുവിൻ്റെയും അഭിജിത്തേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കണ്ടായിട്ടുണ്ടായുള്ളൂ. ഒരാഴ്ചയല്ല, ഒരു മാസം എന്തായിട്ടുണ്ടായുള്ളൂ. അപ്പം അവർ ഇവിടെ നിന്ന് ഭയങ്കര വർത്താനാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അഖിലയുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് എടുക്കാൻ നോക്കുകയാണ്. പൊളിച്ചൊന്ന് പോടുന്നു ഏത് നേരി തന്നെ പണി. നമ്മളുടെ VIP ആണെന്നൊരു സെറ്റപ്പാണ്. അഞ്ജനയാണെങ്കിൽ ഭയങ്കര അഭിനയമാണ്. അഭിനയം മീൻസ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുക്കുമല്ലോ, ഞാൻ ഒന്നും അറിഞ്ഞിട്ടുള്ള രാമനാരായണ അങ്ങനെയാണ് കേട്ടോ. എല്ലാവരും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അഞ്ജനയായാലും അഖിലയായാലും മനു ആയാലും സ്റ്റേജിലിരിക്കുന്ന അമലയായാലും എല്ലാവരും നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ തട്ടിക്കൂട്ട് വീഡിയോസ് എടുക്കുകയൊക്കെ കഴിഞ്ഞിട്ട്, തട്ടിക്കൂട്ട് മീൻസ് ഞാൻ പറഞ്ഞല്ലോ കല്യാണ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും മര്യാദയ്ക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്ത കല്യാണ വ്ളോഗാണ് ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തട്ടിക്കൂട്ട് വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്റ്റേജിൽ കുറേ ചേട്ടന്മാർ എന്നിട്ട് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു സ്ലോ മോഷനിലൊരു വീഡിയോ എടുത്തു തരാൻ അഭിജിത്തേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ എടുത്തതാണ് കേട്ടത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മൊത്തത്തിൽ നല്ല ചൂടും പിന്നെ ഇച്ചിരി ചമ്മലൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ടൈമിൽ നമ്മുടെ അഖിലയുടെ
തറവാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അപ്പം നമ്മൾ അഖിലേനെ നേരെ വീട്ടിലേക്ക് വിട്ടു. അത് കഴിഞ്ഞ് ഞാനും അഞ്ചരയും കൂടി നേരെ പോകുന്നു വണ്ടിക്ക്. അപ്പോൾ അവളവിടെ വീട്ടിലും പോയി ഞാൻ എൻ്റെ വീട്ടിലോട്ട് നോക്കുന്നു. അതായത് നമ്മുടെ സ്ഥിരം ആ ലോങ് വഴിയുണ്ടല്ലോ, ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ നടക്കാറുള്ള വഴി, അതേ സെയിം വഴി കൂടെ തന്നെ ഞാൻ നടക്കുവാണ്. നല്ല ചൂടാണ്. മഴക്കാലത്താണെങ്കിൽ വെള്ളത്തിൽ മുക്കിക്കൊല്ലും, ഫ്ലഡ് പ്രളയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വേനൽക്കാലത്താണെങ്കിൽ വേവിച്ച് കൊല്ലും. എന്തൊരവസ്ഥയല്ലേ, ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. എന്നാൽ പോലും ഞാൻ കുട എടുക്കില്ല കേട്ടോ. എനിക്ക് കുട കാര്യം എന്തൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലും കുട കൈ പിടിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. മടി മാത്രമല്ല, കുട പിടിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു ഭംഗിയില്ല, ഒരു മേനയില്ല. അതുകൊണ്ട് ഞാൻ കുട എടുക്കില്ല. പിന്നെ എന്നാലും ഞാൻ ആ പൊതി വെയിലത്ത് എനിക്ക് കുറച്ച് സ്ലോ മോഷനിൽ വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് എടുക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ നല്ല ഫാസ്റ്റിലാണ് എടുക്കുന്നത്. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ അപ്പം ഇതെൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെ കുറേ നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതത്ര നല്ല വീഡിയോ ഒന്നും അല്ല, എനിക്ക് സത്യം പറയില്ല. ഞാൻ പറഞ്ഞാൽ ലോങ് വീഡിയോസൊന്നും എടുത്ത് എനിക്ക് തീരെ പരിചയമില്ല. അതുകൊണ്ട് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ബോറടിച്ചിട്ടുണ്ടാവും, ക്ഷമിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺഡ്.